അല്ല, ഇതൊരു ഇന്ത്യൻ പൗരൻ അല്ലെങ്കിൽ ഒരു കേരളീയനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ഒരു ദിവസം തന്നെയാണ്. തെരഞ്ഞെടുപ്പും അവരുടെ സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കേണ്ടതൊക്കെ. അപ്പൊ എല്ലാ കാലത്തും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവല്ലോ. ഇപ്പം ഇതുപോലുള്ള കേസുകളും പ്രശ്നങ്ങളും അഴിമതി ആരോപണങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അത് ഓരോരുത്തരുടെയും മനസാക്ഷിക്കനുസരിച്ചും വിശ്വാസത്തിനനുസരിച്ചും വോട്ട് ചെയ്യാന്നുള്ളൂ. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പാണ് പ്രാദേശിക വികസനം സ്ഥാനാർത്ഥികളാണ് നോക്കുന്നത്, പൊതു രാഷ്ട്രീയം എങ്ങനെയാണ്? അത് രണ്ടും അതിന്റെ ഘടകമാണ്. മാത്രമല്ല പേഴ്സണലും കൂടിയാണ്. പലപ്പോഴും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ വ്യക്തിപരമായ അടുപ്പം കൂടെ പലരും കണക്കിലെടുക്കും. കാരണം അവർക്ക് വിളിച്ചാൽ കിട്ടുന്ന ഒരാൾ അങ്ങനെയാണല്ലോ. ഏറ്റവും അടുത്തുള്ള നമുക്ക് ബന്ധപ്പെടാവുന്ന ഒരാൾ, അതാണ് മെമ്പർ, ഏറ്റവും അടുത്ത മെമ്പർ. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കുറച്ചും കൂടെ വൈഡറാവും അതിന്റെ ഒരു ഔട്ട്ലുക്ക്. കാരണം മൊത്തം സംസ്ഥാനത്തിന്റെ വികസനം, സംസ്ഥാനത്തിന്റെ മുന്നോട്ടുള്ള ഗതിയെ പറ്റിയിട്ടുള്ള നമ്മളുടെ വിലയിരുത്തലൊക്കെ വരും അതിൽ. പിന്നെ മറ്റേ തെരഞ്ഞെടുപ്പ്, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കുറച്ചും കൂടെ വിശാലമാവും. എന്തായിരുന്നു മനസ്സിൽ ചുരുക്കം പറഞ്ഞാൽ? അത് ഇത് ഒരു സംസ്ഥാന ഭരണത്തില് അടുത്ത തെരഞ്ഞെടുപ്പിലേക്കുള്ള ചൂണ്ടുവല തന്നെയാണ്. കാരണം അടുത്തതുകൊണ്ട് വളരെ അടുത്ത് തന്നെയല്ലേ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത്. അതുകൊണ്ട് ഇത് ഒരു തരത്തിലുള്ള ചൂണ്ടുവലയാണ്. അല്ല, എന്തായിരുന്നു വോട്ട് ചെയ്തപ്പോ ഇന്നത്തെ മനസ്സിൽ? ഇന്ന് വോട്ട് ചെയ്യുമ്പോൾ ഇന്നത്തെ മനസ്സിലോ? ഇന്ന് എന്തായിരുന്നു മനസ്സിലായി? കുറച്ചുകൂടെ എന്റെ പേരിൽ ആരും കള്ളവോട്ട് ചെയ്യരുത്. അത് ചില ആൾക്കാർക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ പിടികൊടുത്തില്ല. അല്ല, അത് അതിനായിട്ടില്ല. നമുക്ക് അറിയാം, നമുക്ക് അതിലൊരു പ്രത്യേകിച്ചും ഒരു വാർഡ് മെമ്പർ എന്നൊക്കെ പറഞ്ഞാല്, ഒരു കൌൺസിലർ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ഉത്തരവാദിത്തമുള്ള ആളാണ്. ഒരു റിട്ടയർമെന്റ് ജീവിതത്തിനേ പറ്റുള്ളൂ. ഇപ്പൊ കഴിഞ്ഞ മേയറൊക്കെ ഉണ്ട്, റിട്ടയർ ചെയ്തിട്ടാണ് മേയറായത്. മറ്റു പണിയൊന്നും ഇല്ലെങ്കിൽ ബെസ്റ്റാ. എനിക്കിപ്പോ വേറെ പണികളുണ്ട്. അപ്പൊ ഞാൻ പിന്നെ എന്താ പറയാ, ആൾക്കാരെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് വലിയ മോശമാണ്. എന്ത് ഈ തെരഞ്ഞെടുപ്പില് തെരഞ്ഞെടുക്കപ്പെടാതെ എന്തെങ്കിലും സ്ഥാനം കിട്ടുമെന്ന് ഞാൻ നോക്കുന്നത്. അല്ല, അതൊക്കെ അവർ ആഗ്രഹിച്ചിരുന്നു, ചോദിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ ഒരു ഇതിലേക്കൊന്നും വരാൻ പറ്റിയില്ല. വേണ്ടെന്ന് വെച്ചില്ല. അല്ല, അവര് മേയറാക്കാനാ നോക്കിയിരുന്നത്. അവർ വോട്ടില്ലാത്തവരെ മേയറാക്കാൻ നോക്കുക. അങ്ങനെ വിരുവിന് തർക്കം വീണത്. ഇല്ലല്ല, ഞാൻ ആദ്യം തീരുമാനിച്ചതാണ്. കാരണം ഞാൻ പറഞ്ഞില്ല, ഇതൊരു ഫുൾ ടൈം ഒരു സാമൂഹ്യ പ്രവർത്തനം ഏറ്റെടുക്കാവുന്ന ഒരാൾക്ക് പറ്റിയ പണിയത്. ഇപ്പോൾ തന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. നമ്മൾ സത്യസന്ധമായി പറയാലോ. കാരണം വാർഡിലെ മെമ്പർ എന്ന് പറഞ്ഞാൽ വളരെ ഏറ്റവും താഴെത്തട്ടിലുള്ള ആൾക്കാർ കൂടെ നിൽക്കുന്നത്, താഴെത്തട്ടിലല്ല എല്ലാവരെയും കൂടെ നിൽക്കേണ്ട ഒരാളാണ്. ഏത് പ്രശ്നത്തിലും ഇടപെടേണ്ട ഒരാളാണ്. ഒരു MLA പോലെയല്ല. MLAക്ക് ഒരു ഓഫീസ് ഇട്ടിട്ട് ഇങ്ങോട്ടേ പോവാം, അല്ലെങ്കിൽ MP ആണെങ്കിലും അങ്ങനെ ചെയ്യാം. പക്ഷെ ഇതങ്ങനെയല്ല. ഏത് പാതിരാത്രിക്കും വിളിച്ചാൽ അറ്റൻഡ് ചെയ്യണം. അപ്പൊ അങ്ങനെ ഞങ്ങൾ സാമൂഹ്യ പ്രവർത്തനത്തിന് തയ്യാറാണെന്ന് പറഞ്ഞു നിൽക്കുന്ന കുറെ ആൾക്കാരുടെ ഇടയ്ക്ക് നമ്മൾ ഇറങ്ങിയിട്ട് ഞാനും ഉണ്ട് എന്ന് പറയുന്ന അത് വേണ്ട ചുറ്റും. ഇത്തരത്തിൽ പല വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ ചർച്ചയായത് ഈ നമ്മുടെ നടി ആക്രമിക്കപ്പെട്ട കേസിൽ UDF ചെയർമാന്റെ കൺവീനറുടെ ഒരു പ്രസ്താവന, അതായത് നടി പ്രതിയാക്കപ്പെട്ട ആൾക്ക് ആ സിനിമ നടന്ന് നീതി നിഷേധിക്കപ്പെടുന്നത്, ആ തരത്തിൽ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട്, പ്രതിയെ പിന്തുണച്ചുകൊണ്ട് ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. ഇതിനെങ്ങനെ കാണുന്നു? അല്ല, അത് അദ്ദേഹം തിരുത്തിയല്ലോ. അത് അറിയാതെ പറഞ്ഞു പോയതായിരിക്കും. അബദ്ധങ്ങളങ്ങനെ വായന്ന് വീഴുമല്ലോ പലർക്കും. ഇപ്പം മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞു ഇത് വെറും ഗൂഢാലോചന, വെറും ഭാവനയാന്നാ പറഞ്ഞു, ഓർമ്മയുണ്ടോ? പിന്നെ മൂപ്പരണ്ട് തിരുത്തി. അത്രേ ഉള്ളൂ. അത് അല്ലാതെ അതിന്റെ ഇപ്പം കോൺഗ്രസ് നേതൃത്വം മാറ്റി പറഞ്ഞല്ലോ. VD സതീശൻ അടക്കം പറഞ്ഞല്ലോ അയാൾക്ക് തെറ്റുപറ്റിയതാണ്. അങ്ങനെയല്ല. അഭിപ്രായ ഏകീകരണമൊക്കെ ഉണ്ടാകേണ്ടതല്ലായിരുന്നു. അല്ല, ഇത് പെട്ടെന്നുള്ള ഒരു തീരുമാനം. ഇപ്പൊ ഞാൻ ചോദിക്കും, നിങ്ങൾ എന്റെ സംഘടനയുടെ തീരുമാനം എന്താണെന്ന് ഇപ്പൊ എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. ഇവിടുന്ന് ചോദിക്കും. അങ്ങോട്ട് പറഞ്ഞാൽ മതി. എനിക്ക് മുഖത്തോക്കി പറയാൻ ഇഷ്ടം.